ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുന്നതാണ്. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നിപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് നീ തന്നെയാണ് ആണല്ലോ പറയേണ്ട, വന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വിഷയം കുറച്ച് ദിവസം മുന്നേ മുതൽ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ ചീഞ്ഞ ഒരു ടോപ്പിക്കാണ്. അത്രയും സ്വകാര്യമായിട്ട് വെക്കേണ്ട സംഭവം സോഷ്യൽ മീഡിയയിലേക്ക് അവർ തന്നെ എത്തിച്ചതാണ്. ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഞാനും അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഇവരുടെ ഈ ഒരു വിഷയം ഒന്നും കൂടി പീക്കിലേക്ക് എത്തിയിട്ടുള്ളത് സജിനയുടെ അക്കൗണ്ടിലൂടെ ആ ഒരു ഫോട്ടോ പുറത്തു വന്നതാണ്. വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ഫസ്റ്റ് തന്നെ ആ ഫോട്ടോ വന്നപ്പോൾ തന്നെ നമ്മളതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു. എങ്ങനെ അതൊരു ഫാമിലിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ആ ഒരു ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. രണ്ടാമത് സജിന ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നു. ആ എക്സ്പ്ലനേഷനിൽ കൺവിൻസിങ് ആയിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ കൺവിൻസ്ഡ് ആവേണ്ട ഒരു വിഷയമൊന്നുമില്ല. കാരണം നമ്മളെ സംബന്ധിക്കുന്ന കാര്യമില്ല. സോഷ്യൽ മീഡിയ നമ്മൾ അത്ര ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നിട്ടുള്ള ഒരു ഫോട്ടോ ഹാക്ക് ചെയ്തിട്ടാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. അത് വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ചോദ്യം ചെയ്യാൻ ഞാൻ റിയാക്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ചില സംശയങ്ങൾ അതിലുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത്ര സമയം കൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത്. പിന്നെ അവരാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, അവർ ഹാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു, നമ്മളത് വിശ്വസിക്കുന്നു. അതിൻ്റെ രീതിയിൽ ആ ഒരു വിഷയം വിട്ട് കളഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് പകൽ നോക്കുന്ന സമയത്ത് സജിനയുടെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി റിയാക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഫിറോസിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോർഷൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ, ഫിറോസ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ട സമയത്ത് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം, അത് നിങ്ങളിലേക്ക് എത്തിക്കണം, സംസാരിക്കണം, നമ്മൾ ചർച്ച ചെയ്യണം എന്ന് തോന്നിപ്പോയി. കാരണം ചില കാര്യങ്ങൾ ഫിറോസ് പറയുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അത് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നത്. വീഡിയോ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 33 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇയാളുടെ. സ്പീഡൊന്നും കൂട്ടുന്നില്ല. നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പുതിയ പരിപാടികൾ പ്രകാരം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് വരുള്ളൂ. നമ്മൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ, സ്വകാര്യത എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ഉള്ളൊരു സാധനമാണ്. പ്രൈവസി ഈസ് ഗോട്ട് ലൈക്ക് നമുക്കതിൻ്റെ വാല്യൂ എത്ര നിർണ്ണയിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയുകയാണ്. എൻ്റെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സാധനമാണ്, ആയിരിക്കണം എന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലമാണ്. പല കാര്യങ്ങളും നമുക്ക് നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് പറയേണ്ട സിറ്റുവേഷൻസ് വരും. നല്ല കാര്യങ്ങളൊക്കെ, കഴിയുന്നതും മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഇത് കാലാകാലങ്ങളായിട്ട് ഇതിൽ കിടക്കും. നമ്മളായിട്ട് ഒരു ബന്ധവും, ഞങ്ങളതിൽ പറയുകയാണെങ്കിൽ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാർ പല സംസാരവും കാര്യങ്ങളും ആൾക്കാരിത് പറയും. അപ്പോൾ അത് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുക. അഭിപ്രായമാണ് പറയുന്നത്. പല ആൾക്കാരും സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ മോശമായിട്ട് പറയുന്നുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കൾച്ചറാണ്. പക്ഷേ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ വെക്കേണ്ട സംഗതി വീട്ടിൽ തന്നെ വെക്കാൻ നോക്കുക. ഇനിയിപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയും. അതിനെ കോപ്പപ്പ് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി. ആ റസൂൽ പൂക്കുട്ടിയുടെ ഇവരുടെ പേഴ്സണൽ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇയാൾ പറയുന്ന പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഇയാൾ പറയുന്ന അലിഗേഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് കാര്യങ്ങൾ അറിയില്ല, സത്യാവസ്ഥ അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഞാനിത് കഴിഞ്ഞതിന് ശേഷം സജിനയുടെ വീഡിയോ ഡെഫിനറ്റ്ലി റിയാക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊന്നും കേട്ടിട്ട് നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ട ആരുമല്ല, നമ്മൾ കോടതിയൊന്നുമല്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ആസ് എ പാർട്ട് ഓഫ് കോണ്ടന്റ്
റിയാക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഇയാൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ വന്ന കമൻസും ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ആളല്ല. രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്റഡായ ഒരു കള്ളക്കഥ ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്ക് എനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയാം, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെപ്പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു ശതമാനം 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ. സജിനയുടെ കാര്യം പറയുന്നു, അവർ വേർഷൻ പറയുന്നു, അവരെ സ്വയം ന്യായീകരിക്കുന്നു, ഇയാളുടെ വേർഷൻ പറയുന്നു, ഇയാളെ സ്വയം ന്യായീകരിക്കുന്നു. ഇത് കാണുന്ന നമ്മൾ ഇവർ രണ്ടുപേരും ന്യായീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് കേട്ടിട്ട് പോകാം. ഈ അവസരം കൃത്യമായി തന്നെ, അതായത് സജിനയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുകളുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പുരുഷനും സ്ത്രീയും ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല, കമൻറ്റ് ചെയ്യാനും ഞാൻ നിങ്ങളോട് പറയില്ല. ഓരോരുത്തർക്കും ഓരോ അജണ്ട ഉണ്ടായിരിക്കും, ഓരോരുത്തർക്കും അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണല്ലോ അവർ സംസാരിക്കുന്നത്. പ്രാധാന്യം കൊടുത്തു, അതായത് എന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ, ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ആ ഫോട്ടോ വന്നിട്ടുള്ള കാര്യം, സജിന വളരെ കൃത്യമായിട്ട് സജിനയുടെ ജീവിതം തകർക്കാനും കുട്ടികളെ അടക്കം എല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഒരാൾ ചെയ്തൊരു സംഭവമാണെന്നാണ് സജിന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംഭവം, ആ ഫോട്ടോ വന്നതോടുകൂടിയാണ് നമ്മളൊക്കെ വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സിറ്റുവേഷൻ ആയിട്ടില്ല. ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരു അവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയം എടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരാൻ. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം. അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേര് എഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് ബോക്സ് ഇട്ട് തരുന്നു. അവൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. അപ്പോൾ ഇപ്പോഴുണ്ടായ ഈ പറയുന്ന 2 പേരാണല്ലോ സുഹൃത്തുക്കളെ നിങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് തീർന്നു, ഞങ്ങൾ മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്നു, സെപ്പറേറ്റ് ആയതിനു ശേഷം ഞങ്ങൾക്ക് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുത്ത് മുന്നേറുന്നു എന്നൊക്കെ പറഞ്ഞ് മാതൃകാ ഡിവോഴ്സികളായിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നത്. പത്തറ്റിക്, കഷ്ടം. ഇതാണ് സജിന ഒരു ദിവസം, ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നതാണ്. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനും ആ സമയത്ത് വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയാണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്നുള്ള തേച്ചിട്ട് വന്ന് നോക്കുന്നു, അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു.
പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പല ആൾക്കാർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഇതിൽ സംസാരിക്കുന്നത്. അതിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങളടക്കം പറയുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. വാട്ട് ടുക്ക് യു സോ ലോങ് ടു റെസ്പോണ്ട്? എനിക്കതാ മനസ്സിലാവും. അത് ഇത് ഹാക്കർ എന്നുള്ളത് അങ്ങനെ. അതെ, ഇത് ഒരുവിധം എല്ലാവരും റിയാക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഫിറോസ് എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി ബാക്കി അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ ഞാനതിൽ ചോദിച്ച ചോദ്യം ഇത്രയുള്ളൂ കേട്ടോ. ഇപ്പോൾ അവർ പറഞ്ഞ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയണു. ഇനിയിപ്പോൾ ഹാക്കായിന്നുണ്ടെങ്കിൽ തന്നെ, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു അറിയില്ല, ഹാക്കായിന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയധികം സമയം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു റെസ്പോണ്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് അത് ഹാൻഡിൽ ചെയ്യുന്നത് മറ്റേ ആ കുട്ടി, ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ സ്ത്രീ, അവരാണിത് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ആളാണ്. അവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അവരെ അക്കൗണ്ടിൽ തന്നെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞുവിടുക. അങ്ങനെ ചെയ്യില്ലേ ആൾക്കാർ? ഞാനിവരെ സംശയിച്ചുകൊണ്ടല്ല, പക്ഷേ അങ്ങനെ ചെയ്യുമായിരുന്നില്ലേ അല്ലേ? അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായത് കേട്ടോ. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിച്ചടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റിസൾട്ട്. ബ്ലർഡാണ്, ഞാൻ ഇതിൽ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലറായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു മിനിറ്റ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതൽ പെണ്ണെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയ ആണ് ഇവളുടെ വീഡിയോയും ഇവളും. കുറച്ച് ദിവസം മുന്നേ സജിനയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, VD സതീശൻ CM-ൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് കേട്ടോ. അതൊരു പോസ്റ്റ് ഉണ്ടായത്. എന്താ അതിൻ്റെ ബാക്കി എന്നുള്ളത് കണ്ടില്ല. പിന്നെ അവർ പറയുന്നുണ്ട് അവർ ലീഗലി മൂവ് ചെയ്യുക എന്നുള്ളത്. സീരിയസ്ലി അവർക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഷീസ് ഗോട്ട് ആൻ ഓപ്ഷൻ ടു മൂവ് ലീഗലി. ഷീ ഷുഡ് ഡു ഇറ്റ് വെരി സീരിയസ്ലി. അത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി. കാരണം അവർക്കറിയാം സജിന വന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ. 2.5 വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡ് ആണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണി എന്നപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നിനക്ക് നാണോ ഇല്ല ഇങ്ങനെ എന്നോട് പറയാൻ. എനിക്ക് അങ്ങനെ എന്ത് ഉപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ്. ഇതിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ജസ്റ്റ് കേട്ടോ. ഞാൻ പോകണം. ഞാൻ പറഞ്ഞു സജിന സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ്സൊക്കെ സൂക്ഷിക്കുന്ന സ്ഥിതിക്ക് അത് ഉണ്ടായിരിക്കും. എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴിക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പോൾ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക, എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനായ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഒരിക്കലും സജിനായ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇൻഡയറക്റ്റാണ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ ഈ റസൂൽ പൂക്കുട്ടിക്ക് കരിവാക്കി വാരിത്തേൽക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജിനയുടെയും സജിനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു ഇവിടെ റസൂൽ പൂക്കുട്ടിയുടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അവർ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി അതാരാന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്കറിയാം വളരെ കൃത്യമായിട്ട്. പോട്ടെ, ആദ്യത്തെ പരിപാടി ഈ വോയിസ് റെക്കോർഡിങ്. എല്ലാവരും അവരുടെ സുരക്ഷയ്ക്ക് എന്ന് വിചാരിച്ച് ചെയ്ത് വെക്കുന്ന റെക്കോർഡിങ്, നമ്മളിതിനെക്കുറിച്ച് പണ്ട് സംസാരിച്ചിട്ട് ഈ വോയിസ് റെക്കോർഡ്സൊക്കെ അത് തന്നെ തിരിച്ച് കഷ്ടകാലം വരുന്ന സമയത്ത് അത് പാമ്പാവും എന്ന് പറയും.
അതാണ് അവസ്ഥ. ഈ റെക്കോർഡ് സജിന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അത് അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ പൂക്കുറ്റി, മിസ്റ്റർ പൂക്കുറ്റി, മിസ്റ്റർ ഓസ്കാർ, മിസ്റ്റർ ജയ് ഹോ, ജയ് ഹോ. ഇത്രയും വലിയ മഹാനാണ് താങ്കൾ എന്നുള്ള കാര്യം അറിയാതിരുന്നത് നന്നായി. ഇത്രയും കാലം ഒരു ചെറിയൊരു നമ്മളത് തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് മൂടാം. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം വെച്ചാൽ ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. എന്തൊരു ജീവിതമാണ് ഭഗവാനെ. ഫെയിമിന് വേണ്ടിയിട്ടും ജീവിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, ഇതിൻ്റെയൊക്കെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും അറിയില്ലേ. പറയൂ. ഇനി റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്കാം എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ. റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്കാം. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇത് ഇനി ഹാക്കാണോ? ഇത് എവിടേക്കാണ് ഈ പോകുന്നത്? ഞാൻ അവരുടെ 2ാമത്തെ വീഡിയോ ഹാക്കാന്ന് പറഞ്ഞത് നമ്മൾ ഇൻ ഗുഡ് ഫെയ്ത്താണ്. ഞാൻ ആ രീതിയിലൊക്കെയാണ്. നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി, പക്ഷെ എന്നാലും നമ്മൾ അപ്പോഴും പറഞ്ഞെന്താ അറിയാം, ഓട്ടെ, അവരെ കാര്യം അവരല്ലേ വന്ന് പറയുന്നത്. നമുക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മളൊരു ലിമിറ്റ് വിട്ടിട്ട് ആരെയും തേജോവധം ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. ദാറ്റ്സ് മൈ നേച്ചർ. നമ്മളങ്ങനെ സംസാരിക്കാറില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അറിയില്ല, അങ്ങനെയല്ല. പല ആൾക്കാരിൽ വിളിക്കുമ്പോൾ എന്താ സ്ട്രോങ് ആയിട്ട് ചെയ്തുകൂടെ നിലപാട്, ഐ ക്യാൻ ഡു ഇറ്റ്, ഇറ്റ്സ് നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത് മറുവശത്തൊരു വ്യക്തി ഉണ്ടല്ലോ, അവരെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അതിനൊരു ചെറിയൊരു ദേഴ്സ് എ ലിമിറ്റ്, റൈറ്റ്? ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആരുടെ വീഡിയോ കണ്ട്, അതുലിൻ്റെ വീഡിയോ കണ്ട്, അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോ കണ്ട്, ഹീസ് യൂസിങ് ലൈക്ക് വളരെ മോശം ലാംഗ്വേജൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. നിങ്ങൾ സംസാരിക്കാം, പക്ഷേ അപ്പോഴും ഒരു ശരിയാണ്, ഇവരൊരു ചീഞ്ഞ ടീമാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പക്ഷേ പറയേണ്ടത്. പക്ഷെ എന്നാലും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടെ കേൾക്കട്ടെ. വൈഫിന്റെ അടുത്ത് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്കാം. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. അരെ ഷിറ്റ് ഗൈ, യു ഹാവ് എ വൈഫ്. ഷിറ്റ് എടോ, തൻ്റെ ഒരു ഭാര്യ അല്ലേടോ തനിക്ക്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദിസ് ലേഡി ഈസ് സിക്ക്. അവർ സിക്കാണെന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ബ്ലഡി ഹെൽ, ഇയാൾ ഇത്രയും അധപ്പതിച്ചവനാടോ താൻ? തൻ്റെ ഭാര്യ അവിടെ സുഖമില്ലാതെ കിടക്കുക എന്നുള്ള സിറ്റുവേഷൻ ഞാൻ കേട്ടതാട്ടോ. ഐ ഡോണ്ട് നോ, ഐ ഹേർഡ് ലൈക്ക് ഫ്രം സം പീപ്പിൾ. ആ ഒരു സിറ്റുവേഷനിൽ യു മെയ്ഡ് ദി അതർ ലേഡി പ്രഗ്നൻറ്റ് ആൻഡ് അവർ ഫോണിൽ കൂടി പറയാം, ഇനി അവർ പറയാതെ വയ്യ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ലേഡി. അത് നിങ്ങളുടെ വൈഫിൻ്റെ കാര്യം ചിന്തിച്ചോ? ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് ടു യു, വൈസ് വേഴ്സ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഓ കുറ്റി,
ഇല്ല ഞാൻ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിങ്ങനെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റിസുപ്പക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മീർ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ അണ്ണനാള് കില്ലാടിയാണ്. അവൻ്റെ സംസാരത്തിലും അവൻ്റെ ടോണിലും ഐ എം റിയലി സോറി ആഫ്റ്റർ യൂസ് ദിസ് ടേം ടു യു ദിസ് ഗൈ ഇത് അവൻ്റെ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഐ നെവർ തോട്ട് ഇവനൊക്കെ വലിയൊരു സംഭവമാക്കിയിട്ട് നമ്മൾ വെച്ചിരുന്നു. പ്രൈഡ് ഓഫ് ഇന്ത്യ, മലയാളികൾക്ക് നാണക്കേട്. ഐ എം റിയലി അഷെയിംഡ് ദാറ്റ് ദിസ് ഗൈ ഇസ് എ മലയാളി. നാളെ ആൾക്കാർ പറയും റസൂൽ പൂക്കുറ്റി ഓസ്കാർ വിന്നർ, ഇന്ത്യയെ വാനത്തോടെ കൊണ്ടുവന്ന വെച്ചാൽ ഇത്രയും വുമനായി ഇങ്ങനെ മോശപ്പെട്ടൊരു വ്യക്തിയാണെന്നുള്ളത് ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്നാം ബോട്ടായതാണല്ലോ. പൂക്കുറ്റി ടാറ്റാ ഗുഡ് ബൈ ഖത്തം. ആദ്യം ഒന്നാം ബോട്ടായതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സജിനയിൽ നിന്ന് കുറച്ചുകൂടി മുന്നേക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു, കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. ഇനി ഫിറോസ് ഇതിൽ സജിനയുടെ പ്രീവിയസ് റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇതിൽ ഒരുപാട് പ്രൂഫും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടക്കൽ, അതായത് സജിന ആൽബം ചെയ്യുന്ന സമയത്ത് സജിന ഫിറോസിനെ കുറിച്ച് കുറേ അലിഗേഷൻസ് ആദ്യം പറഞ്ഞല്ലോ, അതിൻ്റെ മറുപടി ആയിട്ട് ഇപ്പോൾ അവരെ തിരിച്ചു പറയുന്നു. അറിയില്ല നമുക്ക്. അതായത് ഒരു ആൽബം ചെയ്യാൻ വേണ്ടി ഇവിടെ മലപ്പുറത്ത് സജിന വന്നതിന് ശേഷം അതിൻ്റെ ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്സാണ്. എന്തൊരു ചീഞ്ഞ അവസ്ഥ. പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടയ്ക്കൽ പുതുക്കാട് എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. നിർത്തണോ? ബാക്കിയും കൂടി കേൾക്കാല്ലേ? ഷേടാ. അപ്പം ഞാൻ കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2-2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സഞ്ജനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്നുള്ള എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്
ഈ ഷാനി ഫൈരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവൻ ആരുമില്ല ഇവന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ട്. അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്തൊരു അവസ്ഥ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ചിരിക്കല്ലേ എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടണ്ട എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ നീ എന്തെങ്കിലും അതായത് നാളെ ലീഗൽ ഇഷ്യൂ വന്നാൽ ഞാൻ ആയുധം വെച്ച് കീഴടക്കി. നിങ്ങളിപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടോ ഈ വീഡിയോ? കുറേ ആൾക്കാർ വിട്ടിട്ട് പോയോ അറിയില്ല. ഞാൻ ആയുധം വെച്ച് കീഴടക്കി. എന്ത് പറയും, എന്തൊരവസ്ഥ. അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവനത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫാവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവളടുത്ത് ഇവളി തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും താനൊരു ഊളയാടോ, എല്ലാവരും കണക്കാണ്. മാപ്പ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഈ പോയി കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനും ഒന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ. നിങ്ങൾ രണ്ടാളും കൂടി ബിഗ് ബോസിൽ വന്ന സമയത്ത് മാതൃകാ ദമ്പതികൾ എന്നും പറഞ്ഞിട്ട് ഞാനൊക്കെ ഇരുന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു കത്തി കിട്ടിയിരുന്നെങ്കിൽ നെഞ്ചത്ത് കുത്തി ഇറക്കാമായിരുന്നു. തോൽപ്പിച്ച് കളഞ്ഞല്ലോ താൻ രണ്ടാളും കൂടി. ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ച്, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ തേങ്ങ പുണ്ണാക്ക് 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടികൾ, അതായത് റെൻറ്റ് വണ്ടികൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറെ റെൻറ്റ് വെച്ച് അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തരം. അങ്ങനെ എൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി പുള്ളി വരും എന്ന് പറഞ്ഞാൽ. കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ല, ഈ മകൾ ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവിടെ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരോട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരുടെ മുന്നിലും വീഡിയോയിലൊക്കെ എന്ന് പറയും എൻ്റെ ഉമ്മയാണ് വലുത്, എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവൾക്ക് വലുത്. ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ അതോ കൊടുക്കുന്ന എല്ലാ ഒരു മാതാവെന്ന് പറയുന്നുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഒരു മാതാവെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ചിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ഇവരുടെ ഉമ്മയ്ക്കും അറിയാം. ഒരു ഉമ്മക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ ഒരിക്കലും സജിനയുടെ കൂടെ വിട്ടില്ല. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും ഞാനാണ് ഇവിടെ രാവിലെ എഴുന്നേക്കില്ല. അതായത് ഉച്ചയ്ക്ക് ഒരു 12-12:30 ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവിടെ ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് അവളെ മോളെ വാവയെന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര വയലൻസാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന, ഈ മോളും വന്നിരിക്കുന്ന സമയത്ത് ഞാനാണ് രാവിലെ എഴുന്നേറ്റ് ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നത്. ആ കുഞ്ഞിനെക്കുറിച്ചാണ് സജിന പരാമർശിച്ചത്. ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത് ഇതേ കുഞ്ഞിനെ വെച്ചിട്ടാണ് പോക്സ് ഇട്ട് തരുമെന്ന് ഇവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. കാരണം ഇവൾ ഏതറ്റം വരെ വരാൻ കഴിയും. ഇതേ സംഭവം തന്നെ ഇവളുടെ കൂട്ടുകാരികളെടുത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തെറ്റിയ കൂട്ടുകാരികളെടുത്ത് പറഞ്ഞത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ ബാക്കിൽ വരുമോ, എനിക്ക് എന്തെങ്കിലും ഞാൻ അങ്ങേയറ്റം വരെ കളിക്കും. അങ്ങേർക്ക് ഞാൻ എൻ്റെ മോളെ വെച്ചിട്ട് പോക്സോ വരെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് തന്നെ ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു യൂട്യൂബറെ അടുത്ത് വിളിച്ച് അത് ചെയ്യിപ്പിക്കാൻ നോക്കി.
ആ യൂട്യൂബർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ ഓക്സൈഡ് കൊടുക്കണ ഒരു ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആണോ, എന്നാൽ പിന്നെ അതല്ല മാനസികമായിട്ട് പീഡിപ്പിച്ചത്. അപ്പോഴത്തേക്ക് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് അവന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നതിനകത്ത് ഞാനപ്പം ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഒരു ഉമ്മർത്ത് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സജിന മോളെ വെച്ചവരെ കളിക്കുന്നത് അതെന്ത് മൃഗീയമായ ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു യൂട്യൂബറിൽ നിന്ന് ഞാൻ ചോദിച്ചു ഈ വിഷയം തുടക്ക സമയത്ത്. അപ്പോൾ ആ ഒരു ഉമ്മ പറഞ്ഞു, അത് ആ റെക്കോർഡ് എൻ്റെ ഉണ്ട്, ഉമ്മ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഒരിക്കലും അങ്ങനെ ഒന്നും കളിച്ചാൽ അവരൊക്കെ ചുമ്മാ പറഞ്ഞാൽ അവർ അയച്ച മെസ്സേജും എൻ്റെ കിടപ്പുണ്ട്. അങ്ങനെ അവിടുന്ന് ഈ നജീബിൻ്റെ അവിടുന്ന് സജിന അവൻ്റെ ഫ്രോഡ് സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഈ വരുമ്പോൾ അന്ന് 2018 ഫ്ലഡ് ടൈമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നു ഒക്കെ. എന്നിട്ട് ആ എത്തിച്ചേരാൻ തന്നെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എത്തിച്ചേരാൻ 3 ദിവസം എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്ത്. അപ്പോൾ കുഞ്ഞിനും വല്ലാത്തൊരവസ്ഥയില്ല, 2 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും ഇഷ്ടമാണ്, എന്നെ അവളെയും തള്ളയും തന്തയില്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ നടുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വിളിക്കുന്നു, ട്രെയിൻ ആംബിയൻസ് അതിനകത്ത് മറ്റേ കുഞ്ഞിൻ്റെ കാര്യം മിണ്ടരുത് നിങ്ങൾ 2 ആൾക്കാരും ഉണ്ടാക്കിയിട്ടിട്ട് വടയെന്നൊക്കെയുള്ള സൗണ്ട്. അപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതിനകത്ത് വടയെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൾ വന്നിട്ട് ഈ നജീബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പക്ക ഫ്രോഡാണെന്ന് എനിക്ക് അറിയാവുക, പക്ഷേ എന്നാലും എന്തോ അവൻ്റെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ട്, അതങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സജിന ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് വന്നത് കാറിലാണ്, നജീബിക്ക എന്നെ കാറിൽ ഇക്ക നിൽക്കുന്നോ എന്നെ കാറിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ ട്രെയിനിലാണല്ലോ വന്നിട്ട് ആംബിയൻസ് ഒക്കെ ഞാൻ കേട്ടില്ലേ. അത് നജീബൊക്കെ ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതായത് കാറിനകത്ത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പ്ലെയറില്ലേ ഓഡിയോ സിസ്റ്റത്തിനകത്ത് പ്ലേ ചെയ്തിരുന്നതായിരുന്നു ഈ ആംബിയൻസ്, ട്രെയിൻ ആംബിയൻസ് യൂട്യൂബിനകത്ത് നിന്ന് അത് പ്ലേ ചെയ്തതാണ് ആംബിയൻസ്. ഇത് വടയെന്ന് അയാൾ തന്നെ ഇടയ്ക്കൂടെ വട എന്ന് പറഞ്ഞാണ്. വട നജീബ്, നീ ഇപ്പം എവിടെയാണ് ഉള്ളത്? എൻ്റെ അമ്മോ, യജാതി കള്ളന്മാരിഷ്ട ഇങ്ങനെയൊക്കെ ഉണ്ടോ? പറയൂ കേൾക്കാൻ രസമുണ്ട്. കണ്ടവൻ്റെ ജീവിതം നമ്മളിങ്ങനെ അപ്പോൾ എന്നെ ബഫൂണാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ നജീബ് മനസ്സിലാക്കണം, ഇന്ന് ഈ വീഡിയോ ഒരുപക്ഷെ നിനക്ക് കൂടെ ചേർത്തിട്ടായിരിക്കും സൃഷ്ടാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറത്ത് വരുത്തതുമില്ല, അത് എന്നോട് തന്നെ അതില്ലാതായന. അപ്പോൾ ഇത് കൂടെ അതൊരു പോയിന്റ് കേട്ടോ, അത് വളരെ വാലിഡ് പോയിന്റാണ്. ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇവളിപ്പോൾ ഈ വന്ന് കെട്ടുകഥകളൊക്കെ പറയേണ്ടി വന്നത് ഇങ്ങനെ സാഹചര്യത്തിൽ കൊണ്ടിരുത്തിയത് കേട്ടോ നജീമെ. അപ്പോൾ ഈ നജീം പലയിടത്തുനിന്ന് പോകാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു 10-16 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ആദ്യത്തെ വിഭാഗത്തിൽ. അത് പട്ടാമ്പിയിൽ നിന്ന് ഒരു എത്തിയുമായൊരു ഏരിയയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് 2 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് എന്നാന്ന് തോന്നുന്നു, ഇടുക്കിയിൽ നിന്ന് ഒരു പെണ്ണുണ്ട്. ഇത്രയാണ് ഞാൻ അറിഞ്ഞ ന്യൂസ്. ഇതിനപ്പുറം കാണുമായിരിക്കും, ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞ ന്യൂസാണത്. അപ്പോൾ ഇതാണ് നജീബിൻ്റെ കഥ. അങ്ങനെ തിരിച്ചു വന്നു, സജിനയും ഞാനുമായിട്ട് വീണ്ടും കുഞ്ഞുമൊക്കെ ആയിട്ട് ലൈഫ് പോകുന്നു. അങ്ങനെ ബിഗ് ബോസ് വന്നു. ബിഗ് ബോസിൽ പിന്നെ നിങ്ങൾ കണ്ടാണല്ലോ ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഹൈഡ് ചെയ്ത് ഈ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞു പോകുന്നതിൽ എത്രമാത്രം വേദനാജനകമായ കാര്യങ്ങളാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ സഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. കുഞ്ഞിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞാലുള്ള നാണക്കേടുകൾ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. 2ാമത്തെ വിവാഹം, ഇതിലെല്ലാം കൂടി അവൾ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവളുടെ തെറ്റുകൾ പോലും ഞാൻ വീണ്ടും കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്കും ഇങ്ങനെ ഒരുപക്ഷെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല. ലക്ഷത്തിലൊക്കെ ഒരാൾക്ക്. ചില ആൾക്കാരുടെ ലൈഫിൽ ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു സംഭവമുണ്ട്. അതിലുണ്ട്, നിങ്ങളെ ഉദ്ദേശമല്ല പറഞ്ഞ്, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. എന്നാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ അങ്ങനെ പോട്ടെ, എന്നാൽ എനിക്കും പോകാലോ എന്നുള്ളത് പറ്റും. ഞാൻ അവർക്കത് മനസ്സിലാവും എൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണമമ്മി എന്ന് വിളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ ഇന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി. ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അതിനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ച് പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ്
ഇവന് പേടിയായിട്ട് ഞാൻ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്ക് അങ്ങ് നല്ല എന്താണ് ധൈര്യം, അവൾക്ക് എന്ത് വന്നാലും എനിക്ക് കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നതാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് അപ്പോൾ പലരും പറയാം അങ്ങനെ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എന്താണ് അവളെ പറക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിരുന്ന അവൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊന്ന് വീഡിയോ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഒന്ന് പറയേണ്ടി വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അവളന്ന് പൊഴുത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പല കാര്യങ്ങളുള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ അവൾക്ക് പറക്കാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ ഡിപ്ലോമാറ്റിക് ഡയലോഗ്സ് ഇപ്പോൾ എടുത്തിട്ട് വേറെ പല യൂട്യൂബേഴ്സും ചെയ്ത് കോമഡിയൊക്കെ ഞാൻ നന്നായിട്ടുണ്ട്. അങ്ങനെ ഈ വിമലിൻ്റെ കേസ് കിട്ടുക കഴിഞ്ഞ് ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ജയൻ. ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത് ഒരാളെയും കൂസാക്കാത്ത ഈ സജിനയെ പോലെ തന്നെ മറ്റൊരു ലേഡിയാണ്. വാല്യൂസ് എന്തെന്നറിയാത്ത സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതേ ക്യാരക്ടറുള്ള സജിനയെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കൂട്ടായിട്ട് പിന്നെ ഇവർ ഈ ലേഡീസ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര. അപ്പം ഈ യാത്ര പോയി കഴിഞ്ഞാൽ 3, 4, 5 ദിവസമേ കഴിഞ്ഞിട്ട് വരില്ല. അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നുണ്ട്. സജിനയായിട്ട് പറഞ്ഞാൽ പിന്നെ സജിന കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഉമ്മ പറഞ്ഞാൽ കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്ത് പറയുമ്പോൾ ഇവൾക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. ഇവിടെ ഏത് കാര്യം സാധിക്കാൻ വേണ്ടി കഴുത്തിലൊക്കെ കത്തിയൊക്കെ എടുത്തു അവളുടെ തന്നെ. എന്നിട്ട് അത് ഒന്നാമതിൽ കൈ മുറിച്ചതിൻ്റെ പാനിക്കായിട്ട് ആ ഒരു ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവൾ ഇങ്ങനെ കഴുത്തി കത്തി വെച്ച് കാണിക്കും, ഇവൾ ഒച്ചത്തിൽ കിടന്ന് പോവും. അപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെ പരിസരത്തേക്ക് ആളുണ്ടായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടാണ് അവർക്ക് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഉച്ചത്തിൽ തേറി വിളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവം ഒരു വയലൻസ് സ്റ്റേജ് കാണിക്കും. ഒരു ഭ്രാന്ത് വന്ന അവസ്ഥ പോലെയൊക്കെ കാണിച്ച് ഇവളുടെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇവിടെ പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല. നമുക്ക് കെട്ടിയിടാനൊന്നും പറ്റില്ല. കെട്ടിയിട്ടാലും കെട്ടഴിച്ചിട്ട് പോയി കളയുന്ന രീതിയാണ്. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. അത്രയും ഒരു എന്താണ് വേറൊരു മൈൻഡാണ്. തൻ്റെ ഇടയിൽ ഒന്നും പറയുന്നില്ല, തൻ്റെ ഇടം നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് അതൊക്കെ മേലെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മി ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറയും ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നതാണ് എനിക്ക് അങ്ങനെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്, ഹെവി ടീമുകളോട്ടാണ്. എല്ലാ ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കട്ട് ഒരു ടീമുണ്ട്. അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട് അവൾ അതേ ക്യാരക്ടറാണല്ലോ സജിനെ. അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനയൊക്കെ നമുക്ക് അടിച്ച് പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ അതായത് ലക്ഷ്മിയുടെ രമേശ് ചെന്നിത്തല അങ്കിള് തൂഫാൻ അനൗൺസ് ചെയ്ത് കുടുങ്ങിയോ? തൂഫാനൊന്ന് വഴി തിരിച്ചു വിടാൻ പറ്റുമോ? വെറുതെ പെരുമ്പാവൂർ കിടന്ന് കളിക്കാതെ വേറെ പല ആൾക്കാരിലേക്കും പോയി നോക്കൂട്ടോ. ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടൽ എടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് ഇങ്ങനെ പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവർക്കൊന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്ക പ്രണയത്തിലായി. അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നെങ്കിൽ ഇതിനൊരു അവസാനമില്ലേ സഹോദര? ലോങ് പ്രോസസ്സാണ് ഇത് ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം അങ്ങനെ അത് ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അത് ഞാൻ പിടിക്കുന്നു, ഇവനെ പല പ്രാവശ്യങ്ങളിൽ പിടിക്കുന്നു, ഇവൻ്റെ നാട്ടിൽ പോയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത് ഈ ലക്ഷ്മിയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്മി ഗൾഫ് ഷോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ ഒരിക്കലും പൂട്ടിയിടാൻ പറ്റില്ല, അത്ര ഇതാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ വേദനാജനകമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സജിന ഞങ്ങൾ പുതിയ വെച്ച വീട്ടിൽ താമസിക്കുമ്പം രാത്രി 12 മണി ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ടാകെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ ആ രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവിടെ പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മാനുവിനെ കാണാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കഴുത്തി കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് കോഴിക്കോട്ടോട്. അപ്പോൾ നിങ്ങൾ പറയും നിനക്ക് പോയി ചത്തോടെ എന്ന് ചോദിക്കും. പക്ഷേ പറയും എന്തുകൊണ്ടും ഞാൻ എന്തായാലും പറയാതിരിക്കില്ല. സത്യം പറഞ്ഞാൽ തനിക്ക് പോയി ചത്തോടെ. അത് സാഹചര്യം വരുമ്പോഴേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് സാഹചര്യടാ? ഒരാണുങ്ങൾക്ക് ഒരു വിലയില്ലടാ. ആണായാലും പെണ്ണായാലും ആണുങ്ങളും പെണ്ണുങ്ങളും വേർതിരിക്കല്ല. അവനവൻ്റെ സ്വന്തം പാർട്ട്ണർ ഇതുപോലെ പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ അതും താങ്ങി പിടിച്ച് മുണ്ടാൻ നടക്കണേക്കാളും നിനക്ക് നമ്മളെന്തിനാ വെറുതെ അല്ലേ? നമ്മളിത് കണ്ടാൽ പോരെ.
നമ്മൾ ഈ കളിയിലില്ല. നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനു ഒന്ന് പിക്ക് ചെയ്യുന്നു. ഒരു താർ വണ്ടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മ. അതിനകത്ത് ഇരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവ് പോവുകയാണ്, എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പോൾ മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. വേറെ ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു, വേറെ ആളുടെ വേദന എന്താണ്, അങ്ങനെ ഒരു എന്താണ്, അങ്ങനെ ഒരു ചിന്ത അവൾക്കില്ല. അങ്ങനെ ഈ മാനുവിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് നേരെ ഈ ലക്ഷ്മി, അതിനിടയ്ക്ക് ഗൾഫിൽ ഇവർ പോകുന്നുണ്ട്. ഇവൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു ഇവർക്ക് ഭയങ്കര ബന്ധങ്ങളാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പേരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക്, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ പിന്നെ ലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഇവർ പല ഇല്ലീഗൽ പരിപാടികളും നടത്തുന്നതോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്, ഇപ്പോൾ തൽക്കാലം ഇരുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ അവിടെ ഈ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലാണ്, അല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്നൊരു സക്കീർ, ഒന്ന് ജാഹിദ്. ഇവർ ഈ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ബെൻസർ. ഈ ബെൻസറിനെ കുറിച്ച് പല അലിഗേഷൻസും അവിടെ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻസറിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇവർ 3 പേർക്ക് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാ വായിത്തു വന്ന് വിളിച്ചു പറയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുവരുന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. ഷബാന എന്ന് പറഞ്ഞ ലേഡിയായിട്ട് പോകുന്നു. ഈ ഷബാനയൊക്കെ ഈ മാനുവിൻ്റെ ഇവരുടെ ഗ്യാങ്ങിലെ ഫ്രണ്ടാണ്. ഈ ഷബാനയുടെ ഒരു ബോയ് ഫ്രണ്ട്, അവൻ്റെ ആ ഫ്രണ്ടിനോട് വന്നൊരു ഫ്രണ്ടുമായിട്ട് ഇവർ റൂം എടുത്ത് 4 പേർ കൂടെ താമസിക്കുന്നു. ഇങ്ങനെയുള്ള പല കഥകളും ഇടയ്ക്ക് നടക്കുന്നത് എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണം കണ്ട് ഒരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ഞാൻ പണം കണ്ടല്ലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്, ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളിട്ട് വിളിച്ചോടി പണക്കാരുടെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ വിടട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വിചാരിക്കുന്നത് ഏത് ലെവലിൽ ഞാൻ പോകും. ഇത് ഒരു കാര്യം കേട്ടോ, ഈ ഫിറോസാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിറോസിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഫിറോസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ വ്യക്തി പറയില്ല. അപ്പോൾ അയാൾ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ വരുള്ളൂ. കേൾക്കാം, എന്തായാലും നമുക്ക് കേൾക്കാം. ഒരുപാട് ഡിലേ ആയി, ലേറ്റ് ആയിട്ടോ, മീൻസ് ഒരുപാട് ലെങ്തി ആയി. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനും കണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്ന് കണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. ആരെയാണ്? ഈ വുമണൈസർ റസൂൽ പൂക്കുട്ടിയെ. അങ്ങനെ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു വേഷം അങ്ങ് കൊടുക്കാം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു സാധനം, അതായത് ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കണക്റ്റ് ആവുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ദുബായിൽ വെച്ച് ഇവർ കാണുന്നു. മുംബൈയിൽ ഇവിടെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ ഒറ്റിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ, ഒറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് നടക്കുന്ന സമയത്ത് അതിനും നീ സമ്മതം കൊടുത്ത് മുണ്ടാൻ നിന്നു എന്നാണെങ്കിൽ ഞാൻ ഇവിടുന്ന് നീറ്റ് പോകും. എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തുകൊണ്ട് ഈ സമയമാണ് തേരിമേരി എന്ന് പറഞ്ഞിട്ട് വർക്കല. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു. ഞാനങ്ങനെ ഇവരെ മുംബൈയിലെ വീട് എനിക്കറിയില്ല, അങ്ങനെ അഞ്ചലുള്ള വീടുണ്ട്. അഞ്ചലുള്ള വീട്ടിൽ ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അഞ്ചലുള്ള വീട്ടിൽ പോയി. ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതല്ല. നമുക്ക് ഇതിനകത്ത് വെച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനി ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയിട്ടില്ല. നിങ്ങളിപ്പോഴും എൻ്റെ കാര്യമാണോ മനസ്സിലായി? അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്താൽ ഇനി സജനയുമായിട്ട് സജനയെ പ്രൊട്ടക്ട് ചെയ്യണോ, സജനയെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയാൻ തുടങ്ങുന്നു, ഇനിയും പുള്ളിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ രീതിയിൽ പോകുന്നു. എൻ്റെ കുടുംബം ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ ചെയ്തത്. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റോഗം ഉണ്ടാകുന്നത്
ഓക്കെ മനസ്സിലായി? 100% പറയാം. എന്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എന്റെ മോനെ കുറിച്ച് എന്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ അല്ല ഞാൻ എന്തായാലും നല്ല വിശ്വാസം അത് സഹോദരങ്ങൾ അങ്ങോട്ട് വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യം ഞാൻ കൊല്ലത്തിന് മുഖത്തറ വന്ന് ചർച്ച ചെയ്തു. പയ്യനെ ചെറിയ റോൾ ഉണ്ടായിരുന്നു. അതിന് വലിയ അത് അവര് അടുപ്പം പറ്റോ സ്നേഹം പറ്റോ ചിലപ്പോൾ ചുടി ചെന്ന് കാണുമായിരിക്കും. ഇത് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ സത്യനായ സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് ഇറക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടു. ഞാൻ ഇത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത് ആലോചിച്ചു. ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉണ്ടായിട്ടാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേണമെന്നില്ല എനിക്ക് വന്ന കാര്യം പോലെ കാരണം ഞാൻ ഇപ്പോഴും ഞാൻ തകർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മണിയുമായിട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തുമാത്രം എൻ്റെ വിഷമം എന്നുള്ളത് മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലും മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കുട്ടിയെ ഇനി മുന്നോട്ട് സൈന്യമായിട്ടുള്ള ബന്ധം പോകുന്നില്ല. വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ അതായത് ഓഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫുള്ള് കാരണം നമ്മൾ അത്ര വലിയ ആളല്ല. എൻ്റെ അതിൽ അത്ര വലിയ ആളല്ല. മനസ്സിലാവും. ഇനി അങ്ങോട്ട് തുടർന്ന് വേറെ ഒരു ഡിമാൻഡിൽ തുടർന്നൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും കുടുംബം തകർക്കാനോ മനസ്സാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ അവസ്ഥ വെച്ചത്. നാളെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. അത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അള്ളാഹുവാണ് സത്യം. നോക്കിൻ്റെ സമയം ഞാൻ പറയാം. ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നലെ വീഡിയോ ആയി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ ഇവിടെ നിർത്തിച്ചാണ്. ഇനി ആവശ്യത്തിലൊന്ന് മാത്രം പറയാം. നിങ്ങൾ റസൂലിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും സംഭവിക്കില്ല. ഞാൻ എനിക്ക് എഴുതി തരാം, മുദ്രപത്രത്തിൽ എഴുതി തരാം. എനിക്ക് എൻ്റെ മോനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാം ഒരു ഇതല്ല. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. ഉള്ളിൽ സംസാരിച്ചു ഇത് നിങ്ങളുടെ കൂടെ വന്നിട്ട് കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന്മാരും സഹോദരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ ഒരു വിശ്വാസം കാരണം ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവർ. കാരണം ഇവൻ്റെ ഈ ക്രിമിനൽ ബുദ്ധികൾ ഇപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അറിയാം അവർക്ക്. കാരണം ഇവന് പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് എന്ന് പാലക്കാട് നിന്ന് ഒരു പെണ്ണോട്ടവും പ്രണയത്തിലാണ്. ഓരോ ജില്ലയിലൊരു ലേഡീസ് ഉണ്ട് ഇവന്. ഇത് കേരളത്തിൽ മാത്രം സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ചു. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെനിക്ക് കണ്ടു കിട്ടുന്ന പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനോട് വരുമ്പോൾ ഈ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ സ്റ്റേജിൽ ചെന്ന് അന്ന് ഫ്രണ്ട് നിരയിൽ സജിന ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനയെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കണം. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട് കാരണം എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയി ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ട് 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അതിനകത്ത് കയറി ഞാൻ അടുത്ത് പറഞ്ഞു നീ എനിക്കിട്ടും പണി തന്നിട്ട് ചെയ്യാൻ പറ്റാണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ തോന്നൽ. നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ? അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്. അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. അതിലൊരു ഇരയാണ്. ഒരുപാട് ഇരകളുണ്ട്. എങ്കിലും നമ്മൾ ഒരു ചെറിയൊരു വാർത്ത ഇടയ്ക്കുണ്ടായിരുന്ന ഒരു BMW സജിനയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന് 8 ലക്ഷത്തിന് വേണ്ടി മേടിച്ചു കൊടുത്തില്ല. ബാക്കി 1 ലക്ഷം സംതിങ് അങ്ങോട്ട് കൊടുക്കാതെ പറ്റിച്ചു. അങ്ങനെ ഇവരെ സ്ഥിരം വിളിക്കുമ്പോഴത്തേക്ക് അവനെ വരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ട് ആ വണ്ടി അവൻ എടുത്തുകൊണ്ട് പോയി. കാരണം ഒബ്വിയസ്ലി കാശ് ആകപ്പാട് ചെറിയ ലാഭമാണ് അവന് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ആ 1 ലക്ഷത്തെ സംതിങ് പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തോന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇത് സായി ചെയ്ത റസൂലിൻ്റെ ക്രിമിനൽ ബുദ്ധി എന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവൻ ആ കേസ് കൊടുത്തു. ഒരു നിമിഷം ഞാൻ ഇതൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, അടുത്ത വോയിസിലേക്ക് പോവാം. എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൽ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ഇയാൾ അടിച്ചു കാലാവധി കഴിഞ്ഞ് ഗൾഫിൽ കൊണ്ടുള്ള ആളായിരുന്നു. അയാളുടെ ലൈഫ് നശിപ്പിച്ചു. ഇതൊക്കെ ഇവർക്കൊരു രസമാണ്. കേവലം 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. 1 ലക്ഷം രൂപ അതുപോലും അവർ ഗെയിം കളിച്ച് ഒരുത്തൻ്റെ 2 പേരുടെ ലൈഫ് ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിമിനൽ ബാക്കിയുള്ളവരുടെ ലൈഫ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ ഏത് കള്ളക്കേസും കുടുക്കി ഏത് കള്ളക്കേസിലും കൊണ്ടിടുമെന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അത് കണക്ക് ക്രിമിനലായിട്ടുള്ള സജിന ഏതറ്റം വരെ വേണമെങ്കിലും പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തു, ഞാൻ ഇതൊന്നും ചെയ്തെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാണ്. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. ഞാൻ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്. കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ മെയിൻ ആയുധം.
ഈ കാര്യം ഞാൻ സംസാരം പറ്റി എന്റെ അബദ്ധത്തിൽ എന്ന് പറഞ്ഞു എനിക്ക് ചൂടാകുന്നു. അവരോട് പറയാം ചൂടാകാതെ ഇന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. ഞാൻ ഒരു കാര്യം പ്രസൂട്ടി, ആവശ്യമില്ല എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിൽ പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് മൂടി വയ്ക്കുന്നതേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറയാം സൂര്യ, ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ചത് പറഞ്ഞ് അത് ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ താഴെ നിൽക്കുന്നതാണോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതലുള്ള സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജനയുടെ ഉമ്മയോട് റസൂൽക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിനെതിരെ നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം വെച്ചാൽ ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കം പറഞ്ഞു, ഒന്ന് പോയി കഴിഞ്ഞാൽ സജന നീ ഇത് ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായപ്പം വീണ്ടും നിങ്ങൾ ഒന്നായോ? അല്ല, അപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി എന്നുള്ള സംഭവം അവിടെ ഉമ്മ തന്നെ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് വോയിസ് ആണെന്നൊക്കെ പറഞ്ഞു വരും, എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. എന്തായാലും അപ്പം ഹാക്കോ ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവന്. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയാണ് ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തേനെ. പ്രിക്കോഷൻ എടുത്തേനെ എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം. എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടാകും. എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ല. ഞാൻ അപ്പോഴേ മാറി. നീ ആരുടെ ദിഗംബരനോ? അനന്തഭദ്രൻ സിനിമയിൽ കണ്ട മാതിരി വെള്ളത്തിൻ്റെ അടിയിൽ കിടത്തിയിട്ട് മനോജ് കെ ജയനെ ചെയ്ത പോലെ ദിഗംബരന നീ? നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയല്ല. അതിനൊരു അവസരം ഇവളും അമ്മ ചെറുപാട് കഴിയാറുണ്ട്. എൻ്റെ കഴിഞ്ഞ ഇടയിച്ചുണ്ടാകുന്നതാണ് ഇത് തുറപ്പ് പറയും. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നവരെ വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്നു ഒറ്റ അടിക്ക് എന്തോ. ഹലോ, അച്ഛനടുത്ത് എന്ത് പറഞ്ഞത്? നിർത്താം. വളരെ 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 ബോറ് പരിപാടി. ഒരുപാട് ലെങ്ത്തുള്ള കോൺവെർസേഷനാണ്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്ത് സജനയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ട്. ഈ ഒരു വിഷയം എസ്കലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ പ്ലേ ചെയ്യാം. ഒരു മിനിറ്റ്. ഈ VD സതീശൻ CM-നായിട്ട് CM-നായിട്ട് എന്തോ പരാതി കൊടുക്കുക തോന്നുന്നുണ്ട്. അവരുടെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും വളരെ ചീഞ്ഞ ഒരു വിഷയം. നിങ്ങൾ ഇത്രയും നേരം ഈ ഒരു വിഷയം കണ്ട ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ജീവിതമാണ്. നിങ്ങളും ഞാനൊക്കെ ജീവിക്കുന്ന ആ ഒരു ലൈഫ് ലൈക്ക് സ്വർഗമാണ്. നമുക്ക് എന്താ പറയുക, നമ്മളൊക്കെ ഫെയിമും കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ്. ദൈവത്തിനോട് നന്ദി പറയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇതുപോലത്തെ വ്യക്തികൾ
അവരുടെ ലൈഫ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.